ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. ഇത് നമ്മുടെ ഡെയിലി വ്ളോഗാണ്. ഞാനിവിടുന്ന് ഡെയിലി ഒരു വീഡിയോ നമ്മുടെ മറ്റ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് ഞാൻ ഇടാറുണ്ട്. അതേപോലുള്ള വീഡിയോ ആണ്. പലർക്കും ഒരു സംശയം ഉണ്ടാവും അല്ലേ, ഞാൻ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്, ഞാനിങ്ങനെ വീഡിയോ ഇട്ടിട്ട് ആരെങ്കിലുമൊക്കെ കയറി പോകുന്നവരുണ്ടോ എന്നൊക്കെ ഒരു സംശയങ്ങളുണ്ടാവും പലർക്കും. എങ്കിൽ നിങ്ങൾക്കായിട്ട് നാളെ ഞാൻ വിസ വന്നൊരാളുടെ ഇതുകൊണ്ട് വിസ വന്നൊരാളുടെ വിസയും പുള്ളിയുടെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഞാൻ നാളെ ഒരു വീഡിയോ, ഒരു ചെറിയ ഷോർട്സ് ചെയ്യാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാവും. എനിക്കിതിനകത്ത് യാതൊരു വിധ ലാഭമില്ല. ഞാൻ ആരെന്ത് കമൻറ്റ് വിട്ട് കഴിഞ്ഞാലും നല്ല കമൻസുകളാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. സംശയങ്ങളായിരിക്കുമല്ലോ കൂടുതലും, എങ്ങനെ പോരാം അല്ലെങ്കിൽ ഇന്ന ജോലി ഉണ്ടോ എന്നൊക്കെ, അതിനെല്ലാത്തിനും ഞാൻ എൻ്റെ സമയം പോലെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് യാതൊന്നും കിട്ടാനില്ല, പക്ഷെ നിങ്ങൾക്ക്, അതായത് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടാനുമുണ്ട്. അപ്പോൾ സംശയങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടും. ഇപ്പോൾ എനിക്കാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു പുതിയൊരു ജോലി അന്വേഷിക്കുമ്പോൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തന്നിട്ട് ഞാനിങ്ങനെ ഇത് ചെയ്യുന്നത്. പിന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇത് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ എന്തുകൊണ്ട് ജോബ് വേക്കൻസി ഷെഫ് ലിജോ വിത്ത് ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ ചാനലിൽ ഞാൻ എന്തുകൊണ്ടാണ് ഗൾഫിൽ നിന്ന് ഉള്ള ജോബ് വേക്കൻസികൾ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു കുടുംബത്തിലുണ്ടായ, അതായത് എൻ്റെ സ്വന്തം വീട്ടിലുണ്ടായ ഒരു അനുഭവമുണ്ട്. എൻ്റെ അനിയൻ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ആളെടുത്ത് കുറച്ച് പൈസ കൊടുത്തു. അത് എൻ്റെ അപ്പന് അത്ര വയ്യാണ്ട് കിടക്കുന്ന സമയത്താണ് അപ്പം മരിച്ചു. ആ സമയത്ത് പുള്ളിക്ക് അത് പ്രത്യേകമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. കാരണം 1.5 വർഷം മുന്നേ കൊടുത്ത പൈസയാണ്. നമ്മളത് എങ്ങനെയും കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാണ്. ഒത്തിരി ആളുകളെ പറ്റിച്ചിട്ട് ഒരു ഏജൻ്റായിട്ട് അവൻ നിന്നിട്ട് അവൻ എന്ത് ചെയ്തു, ജർമ്മനിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇന്ന സമയത്ത് റെഡിയാവുമെന്നൊക്കെ പറഞ്ഞ് ഇവർ അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ആ പയ്യൻ എന്ത് ചെയ്തെന്നറിയോ, ഇവരെല്ലാവരെയും പറ്റിച്ചു. ലക്ഷങ്ങളാണ് കൊടുത്തത്. ലക്ഷങ്ങൾ കൊടുത്ത് എല്ലാവരും ആകെ കുടുങ്ങിപ്പോയി. ഇപ്പം ആ സമയത്ത് രോഗശയ്യയിൽ, അതായത് രോഗിയായിട്ട് കിടക്കുന്ന സമയത്താണ് എൻ്റെ അപ്പൻ ആ പയ്യന് പൈസ ഉണ്ടാക്കി കൊടുത്തത്. അതായത് ഇവർ പറയുന്നത് എങ്ങനെയാണെന്നറിയോ, ഒരു ഏജൻറ്റ് പറയുന്നത് നമ്മുടെ അടുത്ത്, നിങ്ങൾ ഇന്ന് തന്നെ പൈസ പേ ചെയ്യണം, അല്ലെങ്കിൽ നാളെ അതിനൊരു സമയമില്ല, ഇന്ന് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് പേ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് ശരിക്കും ഒരു ട്രാപ്പിലാക്കും ഇവർ. അതിന് ഉള്ള സാമർഥ്യമുള്ളവരാണ് ഇവർ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്, അപ്പോൾ അതിന് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്തെങ്കിലേ കിട്ടുള്ളൂ, ഇല്ല ഞാൻ വേറെ ആർക്കെങ്കിലും വേഗം മറിച്ച് കൊടുക്കൂട്ടോ, പൈസയായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ റെഡിയാണെന്ന് പറയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മുടെ അടുത്ത് ഉള്ളതും ഇല്ലാത്തതും എല്ലാം വിറ്റ് പെറുക്കി നമ്മൾ അങ്ങനെയുള്ളവരുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് ഈ പൈസ കൊണ്ടേ കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒരു അഡ്രസ്സും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ അവർക്ക് എത്രയാണോ എമൗണ്ട് അവർ ഈ എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അത്രയും പൈസ ആവുകയോളം നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് നമുക്ക് എല്ലാത്തിനും മറുപടി തരും. അത് നാളെ നിങ്ങളുടെ പേപ്പർ വരും, അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങളുടെ പേപ്പർ വരും. ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ഓരോരുത്തരെയായിട്ട് കഷ്ടപ്പെടുത്തും. അപ്പോൾ അതേപോലെ ഒരു കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും കഥയാണ്. അപ്പൻ്റെ അത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള സമയത്ത് പുള്ളി എൻ്റെ അനിയന് സംഘടിപ്പിച്ചു കൊടുത്താണ്. കാരണം നമ്മളൊക്കെ ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റാണ്. അപ്പോൾ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തന്നെ, അപ്പൻ്റെ ചികിത്സയും കാര്യങ്ങളും, അതേപോലെ തന്നെ നമുക്കൊക്കെ ലോണും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ സാലറി ഒന്നും അല്ലാണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഞാൻ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഒരു 6 മാസം കൂടുമ്പോൾ എന്തായാലും ഞാൻ നാട്ടിൽ വരുന്ന ആളാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കുള്ളത് എന്താണ്, ആകപ്പാടെ ഉള്ളത് ഈ ലോകത്ത് ബന്ധങ്ങൾ മാത്രമാണ്. ആ ബന്ധങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നിലനിർത്തണ്ടേ, എങ്കിലല്ലേ മരിക്കുമ്പോൾ നമ്മളെ കുറച്ച് ആൾക്കാർ ഓർക്കുള്ളൂ. അപ്പോൾ അതൊക്കൊണ്ടാണ് നമ്മൾ ഈ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുത്തും വലിയ പൈസയൊന്നുമില്ല, നമ്മുടെ അടുത്തും നീക്കി ബാക്കി ഉണ്ടായിട്ട് അതിൽ നിന്ന് എടുത്ത് കൊടുത്തൊന്നുമല്ല. അപ്പോൾ ഈ പയ്യൻ ഈ പൈസയായിട്ട് മുങ്ങിയിട്ട് 1.5 വർഷം കഴിഞ്ഞു. അപ്പം മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷവും ചില്ലറയും കഴിഞ്ഞു. അപ്പോൾ അപ്പന് വയ്യാണ്ടിരിക്കുന്ന സമയത്താണ്, ഏകദേശം ഒരു 2-3 അപ്പം മരിക്കുന്നതിന് 4-5 മാസം മുന്നെയാണ് നമ്മൾ ഈ പൈസ കൊടുത്തത്. അതിനുശേഷം ഇവൻ എന്ത് ചെയ്തു, ഇവൻ മുങ്ങി. അവൻ്റെ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും അവൻ്റെ പുറകെ ആൾക്കാരുണ്ട്. എന്നിരുന്നാൽ കൂടി അതൊന്നും ചിലപ്പോൾ കിട്ടുകയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എനിക്ക് എന്തുകൊണ്ട് നമ്മുടെ ചാനൽ വഴി ഇങ്ങനെ ചെയ്തുകൂടാ. ഞാനിതൊരു കുക്കിംഗ് ചാനലും അതേപോലെ തന്നെ ചെറിയ ട്രാവലിങ്ങും കാര്യങ്ങളും നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഒരു വീഡിയോസും കാര്യങ്ങളും ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ചാനലൊക്കെ ചെയ്യണം എന്നൊക്കെ കരുതി കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം വരും. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരളത്തിൽ നടക്കുന്ന അനുദിനം നടക്കുന്നത് എന്താണ്, ഇതേപോലുള്ള ഏജന്റുമാർ പറ്റിച്ചു എന്നാണ്. ഈ 2 ദിവസം മുന്നേയും കൂടി
ഞാനൊരു ഇത് ന്യൂസിൽ കണ്ടു. എനിക്ക് തോന്നുന്നു ഏത് ന്യൂസ് ചാനൽ ഞാൻ മറന്നുപോയി. അപ്പോൾ ആ ന്യൂസ് ചാനലിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, എന്താ ലക്ഷങ്ങളല്ല പറ്റിച്ചേക്കുന്നത്, കോടികളാണ്, കോടികൾ. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഏജൻറ്റുമാരെ ഒരിക്കലും വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിച്ചിട്ട് നമ്മളെ അവർ അത്രയും പഞ്ചാര വർത്താനം പറഞ്ഞിട്ടാണ് മയക്കുന്നത്. അതിനകത്ത് ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ള ആളുകളൊക്കെ റിസൈൻ ചെയ്തിട്ട് അവരോടൊക്കെ റിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ പൈസ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര നാളുകൾക്കുള്ളിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കയറിപ്പോരാന്നൊക്കെ പറയും. അതിനവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? ആദ്യമേ 1-2 പേരെ അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ ബേസിക്കിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ബേസ് വെച്ചിട്ട് ഇവരെന്നാ ചെയ്യും, നേരെ നമ്മുടെ അടുത്തേക്ക് ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ വന്നിട്ട് കുടുങ്ങും. ഇവിടെയുണ്ട് അങ്ങനെ ഒത്തിരി ഫേക്കായിട്ടുള്ള സംഭവങ്ങളുണ്ട്. 1-2 ഒക്കെ, 1000-1-2, 100 പോലും ഞാൻ പറയില്ല, 1000 ഇതേപോലത്തെ ഏജൻറ്റുമാരുണ്ടെങ്കിൽ ഒരാളൊക്കെ ആയിരിക്കും അതിനകത്ത് ജെന്യുവിനായിട്ടുള്ളത്. അതും അവരെ കൊണ്ട് കഴിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സുഹൃത്തുക്കളെ നിങ്ങളെ എന്ത് ചെയ്യുള്ളൂ, അതിനുള്ള ക്വാളിഫൈഡ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ഒരു വിദേശ രാജ്യത്തിന് വേണ്ടൂ. കാരണം എന്താണെന്നറിയോ? കാരണം അവിടെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കേ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് അത്രയും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം. ഇത് രണ്ടും ഇല്ലാത്തവരെ ആര് കൊണ്ടുപോകാനാ? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതാദ്യം നിങ്ങൾ ചിന്തിക്കണം. വെറുതെ ഈ പൈസ കൊണ്ടേ കൊടുത്ത്, അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിലും ചിന്തിക്കണം. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ശരിക്കും അന്വേഷിച്ചിട്ട്, അല്ലെങ്കിൽ ഇവന്മാരൊക്കെ ഈ പൈസ മേടിക്കുന്നവന്മാരൊക്കെ വീട്ടിൽ നിന്ന് അവരൊക്കെ ഏത് നാട്ടിലാണ് ജനിച്ചു വളർന്നത് അവിടെ കൊണ്ടേ പൈസ കൊടുക്കാമെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അവന്മാരുടെ വീടിനെങ്കിലും നമുക്ക് വാശി തീർത്ത് 2 കല്ലെങ്കിലും എറിയാലോ. അല്ലാതൊന്നും ഒന്നും തിരിച്ചു കിട്ടത്തില്ല. അങ്ങനെ എനിക്ക് ഇതല്ലാണ്ട് വേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. കാരണം എനിക്ക് അതിനുള്ള വേക്കൻസികളും കാര്യങ്ങളും വരാറുണ്ട്. നമുക്ക് അത്രയും ബന്ധങ്ങളുള്ളതുകൊണ്ട് നമുക്ക് കിട്ടും. അത് നമ്മൾ ജെനുവിനായിട്ട് ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ, നന്മ മാത്രം പ്രതീക്ഷിച്ച്, പ്രാർത്ഥന മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി എന്ത് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വിസ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു ഇതേപോലെ മെസ്സേജ് ഈ വീഡിയോ കണ്ട് വിളിച്ച് പറഞ്ഞ ഒരാളെന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിസ വന്നതും എനിക്ക് മെസ്സേജ് അയച്ചു തന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പുള്ളി ഇടുക്കിയിലുള്ള ഒരാളാണ്. അപ്പം നമുക്കത് കാണുമ്പോഴല്ലേ, അങ്ങനെ തന്നെയാണ് നമുക്കൊക്കെ സന്തോഷം ഉണ്ടാവുക. കാരണം നമ്മൾ ഒരാൾക്കൊരു ജോലി കിട്ടുക, പ്രത്യേകിച്ച് അതും ഒരു ബന്ധമില്ല, ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട് മാത്രം പരിചയമുള്ള ഒരു ബന്ധം വെച്ചിട്ട് അവരെന്നെ കോണ്ടാക്ട് ചെയ്യുന്നു, ഞാൻ അവർക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു കൊടുക്കുന്നു, അവർക്ക് ജോലി കിട്ടുന്നു. അല്ലാത്ത പക്ഷം നമ്മൾ ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് പറഞ്ഞിട്ടായിരിക്കും, അല്ല നമ്മുടെ നാട്ടുകാർക്കായിരിക്കും നമ്മൾ ജോലി കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബന്ധം പോലും ഇല്ല, കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾക്ക് ജോലി മേടിച്ചു കൊടുക്കുമ്പോണ്ടല്ലോ, അവരുടെ കുടുംബം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ അവരുടെ മക്കൾ, അല്ലെങ്കിൽ അവരുടെ അമ്മ അപ്പൻ, അങ്ങനെ കിട്ടുന്ന പ്രാർത്ഥനയ്ക്ക് ഒത്തിരി മൂല്യമുണ്ട്. നമ്മളൊക്കെ അറിഞ്ഞും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളൊക്കെ ദൈവം അങ്ങ് ക്ഷമിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നാളെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ആരും ദൈവത്തെ ഓർത്ത് ഒരു ഏജൻറ്റിനെയും വിശ്വസിച്ചിട്ട് പൈസ കൊടുക്കരുത്. പ്രത്യേകിച്ച് നമ്മളൊക്കെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മളൊക്കെ ഒരു രൂപ നീക്കിവാക്കി ഉണ്ടാക്കാമെന്നറിയോ? ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ മൂക്കറ്റം കടത്തിലാണ് തിരിച്ചു കയറുന്നത്. കാരണം നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വരുമ്പോഴാണല്ലോ നമ്മുടെ ഫാമിലി കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ അവരെ നമ്മൾ ഒന്ന് കെയർ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഇവിടെ ആകുമ്പോൾ അവരെങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ലോൺ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സാലറി ഇല്ല നാട്ടിൽ വരുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ള കയ്യിലുള്ളത് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ലോൺ അടയ്ക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മുടെ കയ്യിലുള്ളത് ലോസ് ആവും. അപ്പോൾ നമ്മൾ വീണ്ടും കടം മേടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് എല്ലാ പ്രവാസികളും 8-3 പേരും, ഏകദേശം 90% ആളുകളും അങ്ങനെ തന്നെയാണ്. ബാക്കി 10% മാത്രമേ ഉള്ളൂ അല്ലാതെ വരുന്നത്. പിന്നെ ടിക്കറ്റ്, നമ്മൾ ഈ 6 മാസം വരുന്നതുകൊണ്ട് ഒരു കമ്പനി നമുക്ക് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യില്ല. നമ്മളിത് സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് വേണം വരാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഞാനീ പറഞ്ഞതെല്ലാം പച്ചയായ കാര്യങ്ങളാണ്. എന്തിനാ ഒളിച്ചു മറച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ എന്നത്തിന് ഒളിച്ചു മറച്ചും വെക്കുന്നത്? സത്യമായിട്ട് തന്നെ വേണം എപ്പോഴാണെങ്കിലും പറയാൻ. തല തെറിച്ച് പോയാലും സത്യം പറയണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ഞാൻ സത്യം പറഞ്ഞതിൻ്റെ പേരിലല്ലേ നമ്മൾ അനുഭവിക്കേണ്ടി വന്നത്. അതിനെന്താ, ഒരു കുഴപ്പമില്ല, സത്യം പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. അതിപ്പോൾ നമുക്ക് ഒരാളെ വഞ്ചിച്ചാൽ പോലും നമ്മൾ സത്യം പറഞ്ഞിട്ട് അത് ഏറ്റു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് തീർന്നു. അതല്ലേ, ഒരാളെ തല്ലിയെങ്കിൽ തല്ലി, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരാളാട്ടോ. നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് നമ്മൾ പറയും.
ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയും. എനിക്കും കുറേ വഞ്ചന കിട്ടിയിട്ടുണ്ട്. ഞാനും കുറേ പേരൊക്കെ, അതായത് നമ്മളും പ്രതിഷേധിക്കും. അപ്പോൾ അത് ചിലപ്പോൾ കുറച്ച് ക്രൂരമാവും, അപ്പോൾ ചിലപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഞാനും ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ അടുത്തു നിന്നും പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ എന്ത് ചെയ്യാം, ഇതേപോലുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളും കുറേ ഇൻഫർമേഷനുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണല്ലേ, എന്നിരുന്നാലും സാരമില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ മലയാളികളല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊക്കെ പരസ്പരം എല്ലാവരെയും മനസ്സിലാവുന്നു. മറ്റ് നോർത്ത് ഇന്ത്യൻസോ മറ്റൊന്നുമല്ലല്ലോ. അപ്പോൾ പ്രളയം വരുമ്പോൾ ഒരുമിക്കുന്ന മലയാളി ഒരു പ്രശ്നം വരുമ്പോൾ ഒരുമിക്കാണ്ടിരിക്കുമോ അല്ലേ? അതുകൊണ്ട് പല ആളുകളുടെയും കണ്ണുനീരിൻ്റെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ അത് കാണുമ്പോഴാണ് ഞാൻ വിശദമായിട്ട് വീഡിയോ ഇട്ടത്. അപ്പോൾ ആർക്കും ഒരു വിഷമവും തോന്നണ്ട. ഞാനീ പറഞ്ഞതെല്ലാം ഞാനെന്ന പച്ചയായ മനുഷ്യൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.